പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത ഒരു ദിവസവും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം അത്തരത്തിലുള്ള വാർത്തകൾ പറയാത്ത ദിവസങ്ങളൊക്കെ ചുരുക്കമാണല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാട്ടാന ആക്രമണങ്ങളിലുണ്ടായ മരണവും ഒക്കെ ചർച്ച ചെയ്ത ദിവസങ്ങളാണ്. വീണ്ടും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എറണാകുളത്ത് പെരുമ്പാവൂരിൽ പണിയേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30യോടെയാണ് ഈ ആനക്കൂട്ടം എത്തിയത്. പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തി ദൃശ്യങ്ങളിലേക്ക് പോകാം. ആദ്യം ചവിട്ടാൻ നോക്കാം. സൈഫിനീസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട്. സൈഫിനീസ, ഈ പെരുമ്പാവൂരിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഇറങ്ങാറുള്ളതും അത് വാർത്തകളിൽ വരാറുള്ളതുമായ സ്ഥലങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തിയെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴും ജനവാസ മേഖല കടുത്ത ജാഗ്രതയിൽ തന്നെയായിരിക്കും അല്ലേ? ലക്ഷ്മി, പാണിയേലിയില് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആനക്കൂട്ടം എത്തി. ഒരാനയാണ് ഈ പ്രദേശവാസിയുടെ വീടിന്റെ പരിസരത്തേക്ക് കയറിയത്. പക്ഷെ ഒരു കാട്ടാനക്കൂട്ടം തന്നെയാണ് രാത്രി 11:30യോടെ ഈ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെ ചാലിൽ അയ്യപ്പൻകുട്ടിയുടെ വീട്ടുവളപ്പിൽ വരെ ആനകൾ എത്തി. വലിയ ശബ്ദം ഉണ്ടാക്കിയും പാട്ട കൊട്ടിയും ഒപ്പം തന്നെ പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഈ ജനക്കൂട്ടം ആനകളെ തുരത്തിയത്. ഇവിടെ നിന്ന് ഈ ഇരുട്ട് പരന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ രാത്രി 11:30 ആയതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് തൊട്ടടുത്ത് ആന എത്തിയപ്പോൾ മാത്രമാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അങ്ങനെ ഒരു ജൈവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പതിവായി ആന വരുന്നത് ഇവരുടെ ഒരു സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. 2 മണിക്കൂറോളമാണ് ആനകൾ ഇവിടെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ പടക്കം പൊട്ടിച്ചൊക്കെ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആന ഇവിടെ നിന്ന് പോയത്. ഈ വേനൽക്കാലത്ത് സ്ഥിരമായിട്ട് ആന വരുന്നത് പതിവാണ്. ഭക്ഷണവും ഒക്കെ തേടി വരുന്നു. പഴം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഈ ചക്കയൊക്കെ കഴിക്കാനും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മഴ കൂടി തോർന്നിട്ടും ഈ ആന വരുന്നത് വലിയ രീതിയിൽ ആശങ്ക ഈ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ശരി സേഫ്നീസ, ഈ പറഞ്ഞ മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല. മനുഷ്യർക്ക് സമാധാനമായിട്ട് വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എല്ലായിടത്തും ഇത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയും മലയോര മേഖലകളിൽ ഒക്കെയാണ്, അല്ലെങ്കിൽ വനവുമായിട്ട് അതിർത്തി ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലായിടങ്ങളിലും സ്ഥിരമെന്നോണം, നിത്യേന എന്നോണം ആനക്കൂട്ടം ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതും ഒക്കെ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറയാനല്ലേ, വനം വകുപ്പിനോട് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഒരു നടപടി സ്വീകരിക്കേണ്ടത് വകുപ്പ് അധികൃതർ തന്നെയാണ്. ഉണ്ടാകും, വിദൂരത്തിലെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്ന് തൊട്ടടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സൈഫുനീസയാണ് വിവരങ്ങൾ നൽകിയത് പെരുമ്പാവൂരിൽ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട്.